എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സമാഗമന കൂടാരവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പഠനം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിലെ സമാഗമന കൂടാരം അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരം, അതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യഹൂദ ആരാധനാ രീതി, അവരോട് ദൈവം അതിനെക്കുറിച്ച് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് ദൈവം കൊടുത്തിരുന്ന നിയമങ്ങൾ, കൽപ്പനകൾ, ഇതെല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ദൈവം സ്വർഗത്തിൽ നിന്ന് ദൈവം കാണിച്ചു കൊടുത്ത, മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ചാണ്, വ്യക്തമായ സത്യകൂടാരത്തിന്റെ ഒരു മാതൃക ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. അതിനനുസരിച്ചാണ് സമാഗമന കൂടാരം പണിതത്. പിന്നീട് നമുക്ക് കാണാം, ദേവാലയം പണിയുമ്പോൾ ദൈവം താൻ വ്യക്തമായ ഒരു രേഖ ദാവീദിന് കൊടുത്തു. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ അന്ന് ശലോമോനിലൂടെ ആ ആലയം പണി പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് കാണാം, ഈ ദേവാലയം ഏകദേശം ഒരു 400 വർഷത്തിന് ശേഷം ബാബിലോൺ സൈന്യം വന്ന് അതിനെ തകർക്കുകയാണ്. അവിടെയുള്ള ആളുകളെ ബാബിലോണിലേക്ക് പിടിച്ചോണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേമിൽ നിന്ന് ഏകദേശം 500 മൈല് ദൂരെയുള്ള ബാബിലോണിൽ നിന്ന് പിന്നീട് 70 വർഷങ്ങളുടെ ആ പ്രവാസത്തിൽ അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിന് ശേഷം വീണ്ടും കോരശ് രാജാവിലൂടെ അവരെ പുറത്തേക്ക് വിടുന്ന ഒരു ചിത്രമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും വന്ന് ദേവാലയം പുനഃസ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കോരശ് രാജാവ് അവരെ വിടുന്നതും അതിനുശേഷം അവർ കടന്നു വന്ന് അവരെല്ലാ വിധത്തിലും സന്തോഷത്തോട് തിരിച്ചു വരാനായിട്ടും പിന്നീട് അത് പണിയാനായിട്ടും ആരംഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവരെല്ലാ സമ്പത്തോടും കൂടി വിട്ടു. ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി നെബൂഖദ്നേസർ രാജാവ് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും, പാത്രങ്ങളാകട്ടെ മറ്റെല്ലാം, പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാം അവിടെ തിരിച്ചെത്തിക്കാനായിട്ട് ആജ്ഞ കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 70 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവരെ യെരുശലേമിലേക്ക് മടക്കി അയക്കുവാനും ദേവാലയം പണിയുവാനും മതിൽ പണിയുവാനും കോരശ് രാജാവ് കൽപ്പന കൊടുത്തു. പക്ഷെ എങ്കിലും ആദ്യം അത് തടസ്സപ്പെട്ടു. പിന്നീട് മേദ്യയിലെ ദാര്യാവേശ് രാജാവ് എല്ലാ യഹൂദന്മാരെയും സ്വന്തം സ്ഥലത്തേക്ക് പോകാനും കോരശ് രാജാവ് കൊടുത്ത കൽപ്പന അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് പൂർത്തിയാക്കാനായിട്ട് നിർവഹിക്കാനായിട്ടെല്ലാം അവർക്ക് ആജ്ഞ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ നമുക്ക് അറിയാം, ഈ കോരശ് രാജാവിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സാധിച്ചത്? കോരശ് രാജാവ് ആരാണ്? വാസ്തവത്തിൽ നമുക്ക് കോരശ് രാജാവ് ജനിക്കുന്നതിന് മുമ്പ് 150 വർഷങ്ങൾക്ക്, അതായത് 150-175 വർഷങ്ങൾക്ക് മുമ്പാണ് കോരശ് രാജാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അന്ന് കോരശ് രാജാവ് ജനിച്ചിട്ട് പോലുമില്ല. അന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം നിവൃത്തിയാക്കുന്നുണ്ട്. ഓക്കെ, കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കും. അപ്പൊ കോരശ് രാജാവ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. എന്താണ് എന്റെ ഹിതം നിവർത്തിക്കും എന്ന് പറയുന്നത്? വരാൻ പോണ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനം നെബൂഖദ്നേസർ അവരെ പിടിച്ചുകൊണ്ട് പോകും. 70 വർഷം കഴിയുമ്പോൾ അവിടെ പാർസി രാജാവായ കോരശ് അവരെ വീണ്ടും മടക്കി അയക്കും എന്നുള്ള കാര്യമാണ്
അപ്പൊ ആ കാര്യം, കാരണം ഈ ഇസ്രായേൽ ജനങ്ങളുടെ പാപം നിമിത്തം, അവരുടെ വിഗ്രഹാരാധനകളുടെ നിമിത്തം, ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ടുള്ള വഴിവിട്ടുള്ള ജീവിതം, ഇത് നിമിത്തം ദൈവം അവരെ മറ്റൊരു രാജ്യത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ പാപം നിമിത്തം രാജാക്കന്മാര് വഴിവിട്ട ജീവിതം, പുരോഹിതന്മാര് വഴിവിട്ട ജീവിതങ്ങൾ, ദൈവത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ജീവിച്ച ജീവിതത്തിന്റെ ഫലമായിട്ട് അവർ അടിമകളായി പോകുന്നു. ദൈവം ഇതെല്ലാം മുൻകൂട്ടി തന്നെ കാണുന്നു. മുൻകൂട്ടി തന്നെ കാണുകയും ദൈവം മുൻകൂട്ടി തന്നെ അവർക്ക് വേണ്ടി ശേഷിപ്പിനെ, ഈ പാപം ചെയ്തവരെല്ലാം കടന്നു പോകും, പക്ഷെ ഒരു ശേഷിപ്പിനെ തിരിച്ച് ദൈവം വരുത്തും. ആ ശേഷിപ്പിനെ തിരിച്ചു വരുത്തുവാൻ അതിനുവേണ്ടി വെറുതെ വെച്ചുമ്പോ അവർക്ക് വരാൻ പറ്റില്ല മറ്റൊരു രാജ്യത്ത് നിന്ന്. അതിനെ അവിടുത്തെ രാജാവിനെ തന്നെ ഉണർത്തണം. അതിനുവേണ്ടി മുൻകൂട്ടി തന്നെ ദൈവം, ആ ഒരു രാജാവ് ജനിച്ചിട്ടില്ലാത്ത സമയത്ത് തന്നെ, അദ്ദേഹം ജനിക്കുന്നതിന് അനവധി വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അത് പദ്ധതി ഒരുക്കുകയും ആ പദ്ധതി നിവർത്തീകരിക്കുകയും ചെയ്തു. 45 യെശയ്യാവ് 45 1 വാക്യം കൂടെ നമുക്ക് വായിക്കാം. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഓക്കെ, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. നമ്മള് കഴിഞ്ഞ സ്തുതിയുടെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി, സ്വർഗമാണ് ഭരിക്കുന്നത്, ഭൂമിയിലെ ഭരണങ്ങളല്ല. ഭൂമിയിലെ രാജ്യങ്ങളെ ഭൂമിയിലുള്ള ഭരണങ്ങൾ, ഭൂമിയിലെ രാജാക്കന്മാരെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്വർഗത്തിലുള്ള മഹാരാജാവാണ്. സർവശക്തനായ സ്വർഗത്തിലെ ദൈവമായ രാജാവാണ് എല്ലാം നിയന്ത്രിക്കേണ്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസറുമായുള്ള ബന്ധത്തിലെല്ലാം നമുക്കത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങളാണ് ഇതെല്ലാം. ഇവിടെ കോരശ് രാജാവ് വരുന്നു. കോരശ് രാജാവിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ഞാൻ അവനെ വലങ്കൈ പിടിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. കോരശ് എന്റെ ഇടയൻ, എന്റെ ഹിതമൊക്കെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിയമിച്ചിരിക്കുന്നവരാണ് അവരെല്ലാം. ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നെബൂഖദ്നേസറിനെ കുറിച്ച് ദൈവം അത് പറഞ്ഞിരുന്നു. ശിക്ഷ കൊടുക്കാൻ, ദൈവത്തിന്റെ ജനത്തിന് ശിക്ഷ കൊടുക്കാൻ, അടി കൊടുക്കാൻ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ദൈവം ഉപയോഗിച്ചു. അതാണ് 70 വർഷത്തെ ആ പീഡനം ഉണ്ടായത്. 70 വർഷത്തെ അടിമത്തത്തിലൂടെ ദൈവത്തിന്റെ ജനത്തിന് ഇപ്രകാരമുള്ള ശിക്ഷണം, പണിഷ്മെന്റ് ദൈവം കൊടുക്കുകയാണ്. അതിന്റെ ശേഷം ശേഷിപ്പ് തിരിച്ചു വരുവാൻ ദൈവം പദ്ധതി ഒരുക്കി. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് നടക്കുകയാണ്. നമുക്ക് 2 ദിനവൃത്താന്തത്തിലെ 36-ാം അധ്യായം, 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും, എന്നാൽ ഇരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. ഓക്കെ, അവിടെ വ്യക്തമായിട്ട് കോരശ് രാജാവിന് വേറെ ആരും പറഞ്ഞൊന്നും കൊടുത്തില്ല. പെട്ടെന്ന് ഇവിടെ കോരശ് രാജാവ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ദൈവം എന്താണ് സ്വർഗത്തിൽ നിന്ന് പ്ലാൻ ചെയ്തത്, ആ പദ്ധതി അനുസരിച്ച് തന്നെ കോരശ് രാജാവ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയാണ്. അവിടെ യെരമ്യാവും ഈ കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ. അപ്പൊ യെശയ്യാവ് മാത്രമല്ല, യെശയ്യാവിന്റെ പുസ്തകത്തിൽ മാത്രമല്ല, യെരമ്യാവും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പാർസി രാജാവ് കോരശിന്റെ 1-ാം ആണ്ടിൽ തന്നെ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. കോരശ് രാജാവിന്റെ മനസ്സുണർത്തിയത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. യഹോവയായ ദൈവം തന്നെയാണ് കോരശ് രാജാവിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടും ഒരു വിളംബരം ചെയ്ത് പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ, രാജാവിന്റെ നിയമമാണ്, രാജാവിന്റെ കൽപ്പനയാണ്, അത് രേഖാമൂലമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ ഇവിടെ പറയണത്, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്,
ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എന്റെ കയ്യിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് കോരസ് രാജാവ് വ്യക്തമായിട്ട് മണിമണിയായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ക്ലീൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതെനിക്ക് തന്നിരിക്കുന്നത് സ്വർഗത്തിലെ രാജാവായ ദൈവമാണ് എന്റെ കയ്യിൽ ഇപ്പോൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, രാജാവിന് അറിയില്ല ആരൊക്കെ ഇവിടെ ഉള്ളത്, പക്ഷെ ആരെങ്കിലും നിങ്ങളെ ഇവിടെ അവന്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യഹോവ അവനോട് കൂടി ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. അതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോ അവര് യാത്ര പുറപ്പെടുകയാണ്. എസ്രായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലും നമ്മൾ അതാണ് വായിക്കാൻ സാധിക്കുന്നത്. ഇരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം. അപ്പൊ നമ്മള് ആ 2 ദിനവൃത്താന്തത്തിൽ വായിച്ച അതേ കാര്യം തന്നെയാണ് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിലും ഈ കാര്യത്തില് 1-2 വാക്യങ്ങളിൽ വിവരിക്കുന്നത്. അവർ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞു, അവർ പുറപ്പെട്ടു. അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ എസ്രായുടെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എസ്രായുടെ പുസ്തകം 6-ാം അധ്യായത്തില് അതിന്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹ്മേദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നത് എന്തെന്നാൽ, കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഇടണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിന്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തു ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരൂശലേമിലെ മന്ദിരത്തിൽ അതതിന്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ വെക്കുകയും വേണം. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തൽനായെ ഷെദർ ബോസ്നയെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫർസ്യരായ നിങ്ങളുടെ കൂട്ടുകാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഈ ദേവാലയത്തിന്റെ പണിയിൽ നിങ്ങൾ ഇടപെടരുത് എന്നൊക്കെ പറയുന്നു. വായിച്ചു താഴെ പറയും. ഈ ദേവാലയത്തിന്റെ പണികാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവും കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും ക്ഷേമത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാങ്ങൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീട്ടിന്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവന്റെ വീട് അത് നിമിത്തം കുപ്പക്കുന്നാക്കി കളയുകയും വേണമെന്ന് ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരൂശലേമിലെ ഈ ദേവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏത് രാജാവിനും ജനത്തിനും തന്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ദാര്യാവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. ഓക്കെ, നമ്മൾ ഈ ഭാഗം വായിച്ചതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് അതായത് 70 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവരെ കോരശ് രാജാവാണ് യെരൂശലേമിലേക്ക് മടക്കി അയക്കാനും
ദേവാലയം പണിയാനും മതിൽ പണിയാനൊക്കെ കൽപ്പന കൊടുത്തതെങ്കിലും ആദ്യം അത് തടസ്സപ്പെടുകയാണ്. കാരണം അവിടെ അവരുടെ ശത്രുക്കൾ അതിനെ പല തടസ്സങ്ങളും ഉന്നയിച്ചുകൊണ്ട് ആ പണി അവർക്ക് കുറെ നാളത്തേക്ക് അത് നിർത്തിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാരിയവേശ് രാജാവ് വീണ്ടും ഈ രേഖകൾ പരിശോധിക്കാനായിട്ട് ഇടയായി. ആ ദാരിയവേശ് രാജാവ് അതിനുശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ ദാരിയവേശ് രാജാവ്, അതായത് 5-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആകയാൽ രാജാവ് തിരുമനസ്സായി യെരൂശലേമിൽ ഈ ദേവാലയം പണിയുവാൻ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് വാസ്തവമോ എന്ന് ബാബേലിലെ രാജഭണ്ഡാര ഗൃഹത്തിൽ ശോധന കഴിപ്പിച്ച് ഇതിനെക്കുറിച്ച് തിരുവുള്ളം എന്തെന്ന് ഞങ്ങൾക്ക് എഴുതി അയച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം ദേവാലയം പണിയാനുള്ള ആഹ്വാനം കോരശ് രാജാവ് കൊടുത്തെങ്കിലും പിന്നീട് അത് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം നിർത്തിവെക്കേണ്ടി വന്നു. അവിടെ രാജാവിനോട് തെറ്റായ ധാരണകള്, തെറ്റായ കാര്യങ്ങള് പറഞ്ഞ് രാജാവിനെ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇടവന്ന് അതിനുശേഷം ഇവിടെ ദാരിയവേശ് രാജാവിന് വീണ്ടും അത് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ രാജാവ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടതായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. കോരശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരൂശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലത്ത് പണിയണം, അതിന്റെ സ്ഥാനങ്ങൾ ഉറപ്പായി ഇടണം, അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം, വലിയ കല്ലുകൊണ്ട് 3 വരിയായും, ഇങ്ങനെ പല കാര്യങ്ങൾ അതിന്റെ നിബന്ധനകളെല്ലാം പറയുന്നുണ്ട്. എല്ലാം ഉണ്ടാണ്. ഇതിനു വേണ്ട ചെലവ്, ഈ ദേവാലയം പണിയാനുള്ള ചെലവ് രാജാവിന്റെ ഭണ്ഡാര ഗൃഹത്തിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞത്. യഹൂദന്മാര് അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തില്ലെങ്കിൽ അവർ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പണിയാനല്ല പറഞ്ഞത്, രാജാവ് തന്നെ അതിന് പൈസ കൊടുക്കണം എന്ന്, രാജാവിന്റെ ഭണ്ഡാര ഗൃഹത്തിൽ നിന്ന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൂടാതെ നെബൂഖദ്നേസർ യെരൂശലേമിൽ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബാബേലിൽ നിന്ന് കൊണ്ടുവന്നതായ ആ ദേവാലയം പൊന്നും വെള്ളിയും മറ്റു പല ഉപകരണങ്ങളും എല്ലാം മന്ദിരത്തിൽ അതതിന്റെ സ്ഥാനത്ത് വരുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യണം. എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ അവിടെ തന്നെ കൊണ്ടുവെക്കണം. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിമാരായ തദ്നായിയെ സെദർബോസ്നായെ നിങ്ങളും നദിക്കക്കരെയുള്ള അഫസ്യരായ നിങ്ങളുടെ കൂട്ടരും അവിടെ നിന്ന് അകന്ന് നിൽക്കണം. തടസ്സം നിൽക്കുന്നവരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞേ. ഈ ദേവാലയത്തിന്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ടവരോടെല്ലാം മാറി നിൽക്കാനാ പറയണത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിന്റെ സ്ഥാനത്ത് പണിയട്ടെ, അതിന് നിങ്ങൾ ആരും തടസ്സം നിൽക്കരുതെന്നാണ് പറഞ്ഞു കൊടുത്തത്. ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നതെന്നാൽ നദിക്കക്കരെ പിരിയുന്ന കരമായ രാജാവിന്റെ മുതലിൽ നിന്ന് ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കണം. ശത്രുക്കളായി പ്രവർത്തിച്ച ആൾക്കാരോടെല്ലാം പറഞ്ഞത്, നിങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കരമൊക്കെ പിടിച്ച് രാജാവിന്റെ വരേണ്ട കരങ്ങളെല്ലാം പിരിച്ച് നിങ്ങൾ കാലതാമസം കൂടാതെ കൃത്യമായി അപ്പൊ അവര് തന്നെ കൊടുക്കണമെന്നാ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം അവർ കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കേണ്ടതാകുന്നു എന്ന് പറയുകയാണ്. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം അർപ്പിക്കേണ്ടതിനെ രാജാവിന്റെയും അവരുടെ പുത്രന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതിനും. അപ്പൊ രാജാവിന് അറിയാം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനും ഈ ദൈവജനത്തിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു അവരും സ്വർഗത്തിലെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കേണ്ടതിനെ, എനിക്ക് വേണ്ടിയും അല്ലെങ്കിൽ രാജാവിന് വേണ്ടിയും തന്റെ കുടുംബത്തിന് മക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കേണ്ടതിനും ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിക്കുവാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാക്കൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, കോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, വെണ്ണ എന്നിവ എല്ലാം യെരൂശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി ഒരു കുറവ് കൂടാതെ കൊടുക്കേണ്ടതാണ്. ഇവര് കൊടുക്കണം. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവന്റെ വീടിന്റെ ഉത്തരം വലിച്ചെടുത്തിട്ട് അവനെ അത് നാട്ടിയിട്ട് അതിന്മേൽ തൂക്കിക്കൊന്നളയും. അവന്റെ വീടിനെ കുപ്പക്കുന്നാക്കും. ഇത് മാറ്റുവാനും യെരൂശലേമിലെ ദേവാലയം നശിപ്പിക്കുവാനും തുനിയുന്ന ഏത് രാജാവിനും ഈ ജനത്തിനും തന്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ആര് നാശം വരുത്തും? ദൈവം വരുത്തും. ഒരു രാജാവ് അതിനു വേണ്ടി തുനിഞ്ഞാൽ പോലും അതും കോരശൻ ഈ ദാരിയവേശായ പറഞ്ഞത്. അങ്ങനെ ദാരിയവേശായ ഞാൻ കൽപ്പന കൊടുക്കുന്നു, ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാണ്. കാരണം കോരശ് രാജാവ് ആജ്ഞാപിച്ച കാര്യം നിവർത്തിക്കാൻ കുറച്ച് കാലം വന്നു. ഇപ്പൊ ദാരിയവേശ്
ഇവിടെ ദാര്യാവേശ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദാര്യാവേശ് അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമമായി പിന്നെയും മുന്നോട്ട് ഈ പണിക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുവാൻ ദൈവം ഇടയാക്കി. കാരണം ഭരിക്കുന്നത് സ്വർഗമാണ്, ദൈവമാണ് ഭരിക്കുന്നത്, രാജാതിരാജാവായ ദൈവം വാഴുകയാണ്. അങ്ങനെ തുടർന്ന് 536 BC കനാനിലേക്ക് തിരിച്ചു വന്ന് അവരെന്ത് ചെയ്തു? പണി ആരംഭിച്ചു. അവരുടെ പണി ആരംഭിച്ചു. 16 വർഷത്തോളം ഈ പണി പിന്നീട് മുടങ്ങിയെങ്കിലും 16 വർഷത്തോളമാണ് മുടങ്ങിക്കിടന്നത് എങ്കിലും അത് വീണ്ടും പണിയാനായിട്ട് സാധിക്കുകയാണ്. അവർ ആ പണി പൂർത്തിയാക്കാൻ ഇടവന്നു വീണ്ടും അത് പണിയുടെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. ധൈര്യശാലികളായ സെരുബാബേലിന്റെയും എസ്രയുടെയും നെഹമ്യാവിന്റെയും കൂടാതെ ഹഗായി, സക്കരിയ ഇവർ ദേവാലയ പണിക്കായി ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ജനത്തിനും കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഹഗായിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവരുടേതായ വീടുകൾ പണിയാനും അവരുടേതായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കാനും അവരുടെ പണിക്കൊക്കെ പോകാനായിട്ടാണ് ആൾക്കാർ ശ്രദ്ധ വെച്ചിരുന്നത്. അതുകൊണ്ട് ഹഗായി അവരോട് പറഞ്ഞു, നിങ്ങൾ മലയിൽ ചെന്ന് മരം വെട്ടിക്കൊണ്ടുവന്നിട്ട് ആലയം പണി, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ നിങ്ങൾക്ക് താമസിക്കാൻ അതാണോ നിങ്ങൾക്ക് ഇപ്പൊ സമയം? നിങ്ങൾ നിങ്ങളുടെ തട്ടിട്ട വീടുകളൊക്കെ ഉണ്ടാക്കി അതിൽ താമസിക്കാനായിട്ട് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി സമയം ചെലവിടാനല്ല ഇവിടെ നിങ്ങളെ വിട്ടത്. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്നിട്ട് ആലയം പണിയാൻ പറയാണ്. അവരെ ജനത്തെ ഉത്സാഹിപ്പിച്ചു. സക്കരിയാവും ഹഗായിയും ഒക്കെ അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദേവാലയ പണിക്കായി അവരെ ഉത്സാഹിപ്പിച്ചു. ഹഗായിയുടെയും സക്കരിയാന്റെയും ഒക്കെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 516 BC ദേവാലയം പണി പൂർത്തിയാക്കി. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദേവാലയം 516 ഈ പൂർത്തിയായി. എസ്രയുടെ പുസ്തകം നമ്മള് 3:12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എസ്ര 3:12-13. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വായോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. നോക്കാം, ആദ്യം ദേവാലയം പണിതത് നമ്മള് മനസ്സിലാക്കുകയാണെങ്കിൽ ദേവാലയം പണിതത് സലോമോൻ അത് പണിയുമ്പോ എത്രമാത്രം നമുക്കറിയാം. അവിടെ എന്തുമാത്രം സ്വർണം ഉപയോഗിച്ചിരുന്നു, എന്തുമാത്രം വലിയ വലിയ കാര്യങ്ങള് ഭയങ്കര മനോഹരമായിട്ടാണ് സലോമോൻ അത് പണിതിരുന്നത്. അതാണ് നെബൂഖദ്നേസർ അല്ലെങ്കിൽ ബാബിലോൺ സൈന്യം നശിപ്പിച്ചിട്ട് കടന്നുപോയത്. പിന്നീട് 70 വർഷം കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുമ്പോൾ പണിയുന്നതായ ഈ അടിസ്ഥാനം ഇട്ടതും ഈ പണി പൂർത്തിയാക്കിയതുമായ കാര്യങ്ങൾ കണ്ടപ്പോൾ അത് പഴയ മന്ദിരം കണ്ടിട്ടുള്ള വയോധികന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, പുരോഹിതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ലേവ്യ തലവന്മാരുണ്ട്. അവരൊക്കെ മുമ്പിലത്തെ ആലയം കണ്ടിട്ട് ഈ ദേവാലയം കാണുമ്പോൾ അവർക്ക് സങ്കടം വന്നു, അവർക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം മറ്റതിന്റെ അന്നുണ്ടായിരുന്നതിന്റെ അതിനേക്കാളൊക്കെ എത്രയോ താഴ്ന്നാണ് ഇപ്പോൾ പണിയാനായിട്ട് അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി അവർ ഉച്ചത്തിൽ കരയാണ്, ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ, കാരണം അല്ലാത്തവരെ, ഇത് കണ്ടിട്ടില്ലാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കിത് കാണുമ്പോൾ, അല്ലാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യം കിട്ടി, ഇപ്പോൾ ദൈവത്തിനെ യാഗമർപ്പിക്കാനൊക്കെ സാധിക്കും. അത് അങ്ങനെ ഓർക്കുമ്പോൾ പലർക്കും സന്തോഷവും ഉണ്ടായി. അങ്ങനെ കരച്ചിലും സന്തോഷം ഇത് രണ്ടും ഇടകലർന്ന് ഈ ശബ്ദം ബഹുദൂരം എത്തിയെന്നാണത്. അങ്ങനെ ഇവിടെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ദേവാലയം പണി കഴിഞ്ഞപ്പോൾ അതിൽ എസ്രയെ സംബന്ധിച്ച് തൃപ്തനല്ല. കാരണം ഒരു കെട്ടിടത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയല്ല എസ്രയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അത് യാഗമർപ്പിക്കാനും തിരുവനന്തവാസത്തിനൊക്കത്തിനും അതിനാവശ്യമാണെങ്കിലും അതിനേക്കാൾ ഈ പുറമേയുള്ള പണിയേക്കാൾ അപ്പുറമായി തിരുനിവാസത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മനോഭാവം എന്താണ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, ദൈവത്തിന്റെ ഹിതം എന്താണ്? എപ്പോഴും ഒരു കെട്ടിടം ഉണ്ടാകുന്നതിലാണോ ദൈവം എപ്പോഴും സന്തോഷിക്കുന്നത്? ജനത്തിന് രാജ്യത്ത് അവർക്ക് നല്ല ബലമുള്ള മതിലുണ്ടാകുന്നതിലാണോ ദൈവത്തിന് സന്തോഷം? ദൈവത്തിന് സന്തോഷം ജനങ്ങളുടെ ജീവിതമാണ്.
ജനത്തെയാണ് അന്നും പണിയേണ്ടത്, ഇന്നും പണിയേണ്ടത്. ജനമാണ് അന്നും ഇന്നും ശരിയാകേണ്ടത്. അതിലാണ് എസ്ര ശ്രദ്ധിച്ചത്. അപ്പൊ ദൈവകൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനയാൽ ദേവാലയത്തിൽ ന്യായപ്രമാണ പ്രകാരമുള്ള ആരാധന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കുവാനായിട്ട് ഇടയായി. എസ്ര എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അന്യജാതിക്കാരികളായിട്ടുള്ള ആളുകളെ വിവാഹം ചെയ്തവരവിടെ ഉണ്ട്. അത് ദൈവം വിലക്കിയിരുന്ന കാര്യങ്ങളാണ്. ശലോമോന് വഴിവഴിച്ചു പോയത് എന്തുകൊണ്ടാണ്? പുറജാതികളിൽ നിന്ന് വിവാഹം കഴിച്ചതുകൊണ്ട് അവന്റെ വാർദ്ധക്യകാലത്തില് അവന്റെ ഭാര്യമാരെ അന്യദേവന്മാരിലേക്ക് കൊണ്ടുപോകാനും ഇത്രമാത്രം മനോഹരമായ കാര്യങ്ങൾ ചെയ്യാനും ഇത്രമാത്രം ദൈവം ജ്ഞാനവും മഹത്വവും ഒക്കെ കൊടുത്ത ഒരു രാജാവാണ് ശലോമോൻ. ആ ശലോമോന്റെ ജീവിതത്തിലെ അവസാനം ശലോമോനെ അന്യദേവന്മാരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, ഭാര്യമാരെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് ശലോമോൻ വഴിവഴിച്ചു പോയത് കാണാം. അതുപോലെ ഇവിടെ അതേ തെറ്റ് ആവർത്തിക്കുകയാണ്. 70 വർഷത്തിനുള്ളിൽ സംഭവിച്ചതാണ്. ഇവിടെ ബാബിലോൺ സൈന്യം പിടിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ജനം എത്രയോ അനവധി ദൈവത്തിന്റെ മക്കളെ നമുക്ക് കാണാം. ഇപ്പൊ എസെക്കിയേലിനൊക്കെ കാണാം, ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഇതേപോലെ തന്നെ സെരുബ്ബാബേലാകട്ടെ, ഹഗായി ആകട്ടെ, സെഖര്യാവട്ടെ, ഇങ്ങനെ തുടങ്ങിയ പലരെയും എസ്ര, നെഹമ്യാ അവരൊക്കെ വളരെ വിശ്വസ്തമായി ജീവിച്ചവരാണ്. പക്ഷേ പുരോഹിതന്മാരിൽ പോലും പലരും വഴിതെറ്റിപ്പോയി. ദൈവത്തിന്റെ വചനം പാലിക്കാതെ, ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാതെ അന്യജാതികളെ വിവാഹം കഴിച്ചു. സാഹചര്യത്തിനനുസരിച്ച് എവിടെ ചെല്ലുന്നോ ആ സാഹചര്യത്തിനനുസരിച്ച് അവരോടൊപ്പം ചേരുകയാണ്. ചിലരുടെ അവസ്ഥകൾ അതാണ്. എവിടെ ദൈവമക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ദൈവമക്കളെ പോലെ ജീവിക്കും. ലോകത്തിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ അവരവരെ പോലെ ആയിത്തീരും. അവർ ചെയ്യുന്നത് കണ്ട് പഠിക്കും, അവരാരാധിക്കുന്നതിന് ആരാധിക്കും. ഇങ്ങനെ പല വിധത്തിലും സ്വഭാവത്തിൽ അവരെ പോലെ ആകുന്ന അനവധി ആൾക്കാരെ കാണാം. ഇവരെ സംബന്ധിച്ചും ഇവിടെയും അതാണ്. അന്യജാതിക്കാരികളായുള്ള ആൾക്കാരെ വിവാഹം ചെയ്തിരുന്നവർ അവരെ ഉപേക്ഷിക്കണമെന്ന് കാരണം ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രകാരം കാര്യങ്ങൾ ദേവാലയം പണിതാൽ മാത്രം പോരാ, ആളുകളുടെ ജീവിതവും പണിയണം. അങ്ങനെ പണിതാൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അന്യജാതിക്കാരെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം യഹൂദന്മാരുടെ ശക്തി, ബലം, അവരുടെ ബലം എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധിയും വേർപാടുമാണ്. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് ഞാൻ അവരിലും എന്നിലും, ഇല്ലെങ്കിൽ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു എന്ന് ദൈവത്തിന് പറയാൻ, ഇല്ലെങ്കിൽ ദൈവത്തിന് അവരിൽ വസിക്കാൻ സാധിക്കണമെങ്കിൽ അവർ വേർപെട്ടവരായിരിക്കണം. ഇവ യഹൂദന്മാർ ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആ വേർപെട്ട ജീവിതം തന്നെയായിരുന്നു. ദൈവരെ വിശുദ്ധീകരിച്ച ജീവിതമായിരുന്നു അവരുടെ ബലം. അതിൽ നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന് അവരിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് എസ്രായിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാൽ പോലും ഈ ജീവിതം ശരിയായില്ലെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് അനുഗ്രഹിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം എസ്രായിക്ക്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ ദേവാലയം BC അതായത് 62 വരെ നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്യജാതിക്കാരെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എസ്രയുടെ പുസ്തകത്തിലെ നമുക്ക് പല വാക്കുകൾ നമ്മൾ നെഹമ്യയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എസ്രയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ വായിച്ചതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ദേവാലയം കൊണ്ട് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എസ്രയുടെ പുസ്തകത്തിലേക്ക് 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 9-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ, ഞങ്ങളോ ഇന്നുള്ളത് പോലെ തെറ്റുഒഴിഞ്ഞ ഒരു ശേഷിപ്പാണ് ഞങ്ങൾ ഇപ്പോൾ എന്ന് സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയണത്, ഞങ്ങളുടെ പാതകത്തോട് ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു, അത് നിമിത്തം നിന്റെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങൾ ആർക്കും കഴിയില്ല. നിന്റെ മുമ്പാകെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ കഴിയില്ലെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 9-12 വായിച്ചാൽ മനസ്സിലാവും. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും
അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറയുന്നു. കാരണം അവിടെ അവര് മറ്റ് ഇടകലർന്ന വിവാഹം കഴിച്ചവർ ആയതുകൊണ്ട്. അതിനുശേഷം നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എസ്രാ ഇങ്ങനെ ദേവാലയത്തിൽ നിന്ന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ ഉറക്കെ കരയുകയാണ്. അവരുടെ തെറ്റുകളെ ഓർത്ത് ഞങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യഹിയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രയോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ എന്ന് താഴെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. നീക്കിക്കളയാൻ പറയാം. നീക്കിക്കളഞ്ഞാലേ ദൈവം പ്രവർത്തിക്കുള്ളൂ. അവിടെ അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. അതാണ് പറഞ്ഞ പ്രത്യാശ. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇനിയും മുന്നോട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റും. ദൈവത്തിന് നമ്മളിൽ നിൽക്കാൻ പറ്റും. വീണ്ടും ദൈവജനമായി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് ഈ ചാപ്റ്ററുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ താഴേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് മഹത്വം നൽകുന്ന കാര്യങ്ങളാണ് പിന്നെ ചെയ്തത്. കാരണം ജനത്തെ പണിയണം. ജനത്തെ പണിതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ലോകത്തിലുള്ള ഒരു സൊസൈറ്റി, ഒരു സംഘടന മാത്രമേ ഉള്ളൂ. വേറെ ഏതിനേയും പോലെയുള്ള ഒരു സംഘടന മാത്രമേ ഉള്ളൂ. ശരിയായ ജീവിതമില്ലെങ്കിൽ, ശരിയായ വേർപാട് വിശുദ്ധിയും ഇല്ലെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ളത് ദൈവത്തിന്റെ മക്കളായി തന്നെ ജീവിച്ചില്ലെങ്കിൽ വെറും സംഘടന മാത്രമേ ഉള്ളൂ. 2 കൊരിന്ത്യരിൽ നമുക്ക് 6-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കുന്ന പോലെ ദൈവം പറയുന്നുണ്ട്, അവിടെ ദൈവം ഈ പുതിയ നിയമകാലത്തിലും ദൈവം വെച്ചിരിക്കുന്ന വേർപാട് വിശുദ്ധിയും നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ വെറും സംഘടന മാത്രമാകുള്ളൂ. അവിടെ പറയണത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. 6-ന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, നീതിക്ക് അധർമ്മത്തിന് തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്നും അതേ വാക്ക് തന്നെയാണ്, പുതിയ നിയമത്തിലും അതേ വാക്ക് തന്നെ കൊട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കണം, ദൈവത്തിന്റെ ജനത്തെയാണ് എസ്രാ പണിയുന്നതിൽ മുൻസ്ഥാനം കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ദേവാലയം BC 62 വരെ നിലനിന്നു. BC 62-ൽ റോമൻ സൈന്യം, അതായത് പോംബെ വന്ന് ആ ആലയവും തകർത്ത് കളയുന്ന നമുക്ക് കാണാൻ സാധിക്കും. 62 BC-ൽ റോമൻ സൈന്യാധിപനായ ഒരു വ്യക്തിയാണ് പോംബെ വന്നിട്ട് അതിനെ തകർത്ത് കളയുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നീടുള്ളതാണ് ഇത് ഹേരോദാവ് പണിത ആലയം. ഹേരോദാവാണ് വീണ്ടും അതിനെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് വീണ്ടും യഹൂദന്മാരുടെ അനുകമ്പ നേടാൻ ഹേരോദാ രാജാവ് വലുതും വിശിഷ്ടവുമായ ഒരു ദേവാലയം നിർമ്മിച്ചു കൊടുത്തു. ഈ ആലയത്തിന് അടിസ്ഥാന ഘടന, അതായത് ഈ ആലയത്തിന് വളരെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ഇത് പണിയുകയാണ് ചെയ്തത്. വലുതായി പണി കഴിപ്പിച്ചു. ഈ ആലയത്തിലാണ് യേശുവും ശിഷ്യന്മാരെല്ലാം കൂടി വന്നിരുന്നത്. യേശുവിന്റെ കാലത്തും കർത്താവായ യേശുവും ശിഷ്യന്മാരും ഒക്കെ ആ സമയത്ത് കൂടി വരുമ്പോൾ ഉണ്ടായിരുന്നത്, ഹേരോദാവ് അല്പാൽപമായിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് ഒരു വലിയ മനോഹരമായ പണിയായിട്ട് അതിനെ തീർക്കുകയും ചെയ്തു. ഇത് കണ്ടിട്ടാണ് ശിഷ്യന്മാരെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പോലെ ഈ പണിയെ കണ്ടിട്ടാണ് ശിഷ്യന്മാര് യേശുവിന്റെ അടുത്ത് വന്നത്.
ഇതിന്റെ കല്ലുകൾ എത്ര വലിയ സൗധങ്ങൾ കൊണ്ടാണ് ഇത് പണിതിക്കണത് എന്നൊക്കെ ചോദിക്കണത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. നീ ഈ പണിയൊക്കെ കണ്ടില്ലേ, നിങ്ങൾ ഈ പണികളൊക്കെ കണ്ടില്ലേ, പക്ഷെ ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിപ്പിക്കുന്ന കാലം വരുന്നു, ഇത് തകർക്കപ്പെടുമെന്ന് യേശു അവിടെ പറയുണ്ടായി. അങ്ങനെ യേശു പറഞ്ഞതനുസരിച്ച് നമുക്ക് നോക്കാം, കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ AD 70 റോമൻ സൈന്യം വീണ്ടും വന്ന് വെസ്പേഷ്യന്റെ മകൻ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ഈ പണി, അന്ന് പണിതിരുന്ന ദേവാലയം തകർക്കപ്പെടുകയാണ്. AD 70 അങ്ങനെ റോമൻ സൈന്യത്താൽ അത് തകർക്കപ്പെട്ടു. ഇതിനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മശിഹായോടുള്ള റോമൻ സൈന്യത്താൽ തകർക്കപ്പെട്ട ദേവാലയം, അത് നമുക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതായത് മശിഹായോടുള്ള തിരസ്കരണമായിരുന്നു ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചതിനെല്ലാം കാരണം. എപ്പോഴും ഇന്ന് ക്രിസ്ത്യാനികളാണ് വാസ്തവത്തിൽ ഇസ്രായേൽ. ഇന്ന് ഈ ദേവാലയത്തിന്റെ സ്ഥാനത്ത്, അതായത് അവരിത് പണിയുമ്പോൾ ഇല്ലെങ്കിൽ അത് പൊളിക്കുമ്പോൾ അവിടെയുള്ളതെല്ലാം എടുത്തോണ്ട് പോവുകയും മറ്റു കാര്യങ്ങളെല്ലാം റോമൻ സൈന്യം നശിപ്പിക്കാനായിട്ട് ഇടയാകുകയും ചെയ്തു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്ന് ഇപ്പോൾ അവിടെ ഒരു മതിലി ശേഷിച്ചിട്ടുണ്ട്, അവിടെ പോയി ആളുകൾ വിലപിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം മോസ്ക് ആണ്, ഒരു മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ യെരുശലേം ദേവാലയം നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, റോമർക്ക് എഴുതിയ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 9:6-7 വാക്യങ്ങളിൽ. റോമാലേഖനം 9:6-7 വാക്യങ്ങൾ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഭൗതിക ഇസ്രായേലിന്റെ കാലം അതോടുകൂടി അവസാനിക്കുക. ഭൗതിക ഇസ്രായേൽ അവിടെ ദൈവം തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് അവിടെ അവസാനിപ്പിക്കുക, ദേവാലയം നശിപ്പിച്ചതോടുകൂടി. ഇന്ന് പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികളാണ് ഇന്ന് ദൈവത്തിന്റെ ഇസ്രായേൽ. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോ റോമലേഖനത്തിൽ പൗലോസ് ഊന്നി പറയുന്ന പോലെ, ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയായിരിക്കുകയാൽ എല്ലാവരും മക്കളെന്നും വരില്ല. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ ജനിച്ചോണ്ട് ഇനി മക്കളെന്ന് വരില്ല. അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ ആരെങ്കിലും ജനിച്ചാലും ക്രിസ്തുവിന്റെ മരണശേഷം, പുതിയ നിയമം ആരംഭിച്ചതിന് ശേഷം, ഇനി ആ പാരമ്പര്യത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ പോലും അവരെ അല്ല ദൈവം ഇനി മക്കളെന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടികളാവുന്നവരെയാണ് ദൈവം മക്കളെന്ന് പറയുന്നത്. ഗലാത്യലേഖനം 3:7 വാക്യം വായിക്കാം. ഗലാത്യലേഖനം 3:7. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൻ. 3:27 കാണാൻ സാധിക്കുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ആണും പെണ്ണും, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ മക്കളായി മാറുകയാണ് അവർ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഇന്ന് ക്രിസ്ത്യകാലം ആരംഭിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ കാലം കഴിഞ്ഞു, ദൈവത്തിന്റെ ആലയം ഭൗതികമായ യെരുശലേമിന്റെ യഹൂദ ജനത്തിന്റെ ഇതെല്ലാ കാലങ്ങളും കഴിഞ്ഞ് അവസാനം ഇതാ എല്ലാത്തിനും തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് ദൈവം മറ്റൊരു മനോഹരമായ അവസരത്തിലേക്ക് ദൈവം ജനത്തെ നയിക്കുകയാണ്. അത് നാളെ നമുക്ക് ചിന്തിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.